നമ്മുടെ ബൈബിൾ ക്ലാസ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ് നാം ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ബൈബിളുകളെ തുറക്കാം. നാം ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31-ാം വചനം മുതൽ 4-ാം അധ്യായം 29-ാം വചനം വരെ ആണ് പഠിക്കാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെയാണ് നാം ചിന്തിക്കുകയുണ്ടായത്. മുമ്പ് നാം പറയുകയുണ്ടായി, ഓരോ വചനങ്ങളും പ്രത്യേകമായിട്ടെടുത്ത് നമുക്ക് പഠിക്കുവാനുള്ള സമയമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ സത്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രധാനപ്പെട്ട വചനങ്ങളെ കാണിച്ചുകൊണ്ട് അത് സംസാരിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയിൽ തനിക്ക് നേരിട്ട എതിർപ്പുകളെക്കുറിച്ച് നാം കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ യേശു ചെയ്ത ചില സൗഖ്യങ്ങൾ ഒക്കെ നാം ചിന്തിച്ചു. ഇന്ന് നമുക്ക് 3-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരാം. ഇന്നത്തെ നാം പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ 5ആയിട്ട് തിരിച്ച് ഞാൻ അതിൻ്റെ ഹെഡിങ് മാത്രം പറയാം. 1, യേശുവിൻ്റെ യഥാർത്ഥ കുടുംബം ഏതായിരുന്നു? 3-ാം അധ്യായം 31 മുതൽ 35 വരെ. വിതയ്ക്കുന്നവൻ്റെ ഉപമ അഥവാ 4 തരം മണ്ണുകളുടെ ഉപമ 4-ാം അധ്യായം 1 മുതൽ 9 വരെ. 3-ാമത്തേത് ഈ ഉപമയുടെ വിശദീകരണം മർക്കോസ് 4-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. 4-ാമത്തെ ഖണ്ഡിക ഭാഗം കേൾക്കുന്നവർക്ക് ഉള്ള ഉത്തരവാദിത്വം, ഹിയറേഴ്സ് റെസ്പോൺസിബിലിറ്റി. 4-ാം അധ്യായം 21 മുതൽ 25 വരെ. 5-ാമത്തെ ഭാഗം വളർന്നു വരുന്ന ഒരു വിത്തിൻ്റെ, ഒരു ചെടിയുടെ ഉപമ. 4-ാം അധ്യായം 26 മുതൽ 29 വരെ. നമുക്ക് മുമ്പോട്ട് പോകാം. അതിൽ 1-ാമത്തെ വിഷയം യേശുവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. 3-ാം അധ്യായം 31 മുതൽ വായിക്കുമ്പോൾ, അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നു അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആര് എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. വളരെയധികം വിശദീകരണം ഇതിനാവശ്യമില്ല. യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും തന്നെ കാണുവാനായിട്ട് തൻ്റെ മിനിസ്ട്രിയിൽ വന്ന് അവിടെ കാണാനായിട്ട് അടുത്തു വന്നു. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതാ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു. അപ്പോൾ യേശു അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്നില്ല. എന്നിട്ട് യേശു പറയുകയാണ്, എൻ്റെ യഥാർത്ഥ ബന്ധുക്കൾ നിങ്ങളൊക്കെയാണ്. ചുറ്റും ഇരിക്കുന്നവരെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്ന് പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, യേശുവിനെ സംബന്ധിച്ച് ആത്മീയരായിരിക്കുന്ന ബന്ധുക്കൾ, തൻ്റെ ശിഷ്യന്മാർ, തൻ്റെ വചനം കേൾക്കാൻ വരുന്നവർ, ദൈവത്തിൻ്റെ വചനം പ്രമാണിപ്പാൻ ഇഷ്ടപ്പെടുന്നവർ, അവരാണ് തൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രീ എമിനൻസ് ഓഫ് സ്പിരിച്വൽ റിലേഷൻഷിപ്സ്. ആത്മീയമായ ബന്ധങ്ങൾക്ക് യേശു മുൻതൂക്കം നൽകി എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം നോക്കുക. അവിടെ ഈ കാര്യം യേശു എടുത്തു പറയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞതിന് ഈ വചനം കൂടെ ചേർത്ത് ചിന്തിക്കാം. മാത്യു 7:24, 7:24. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അവിടെ യേശു പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവൻ, ചെയ്യുന്നവൻ. Everyone therefore who hears these words of mine and does them. എൻ്റെ വചനങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അത് കേട്ട് സ്വീകരിച്ച്
അനുസരിക്കുന്നവരാണ് അനുഗ്രഹീതർ എന്ന് കർത്താവ് അവിടെ പറഞ്ഞു. മറ്റൊരു വചനം യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യമാണ്. ജെയിംസ് 1:22. അതൊരു നിർദ്ദേശമാണ്. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവീൻ. ഇതാണ് യാക്കോബിൻ്റെ നിർദ്ദേശം. നിങ്ങൾ വചനം കേട്ടു, എല്ലാം മനസ്സിലാക്കി, പക്ഷേ അത് ചെയ്യാതെ ഇരിക്കരുത്. അത് അനുസരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അനുസരിക്കുവാൻ വില കൊടുക്കണം എന്ന് യേശു അവരോട് പറയുകയുണ്ടായി. ഇവിടെ നാം കാണുന്നത് യേശുവിനെ സംബന്ധിച്ച് ഒരു പക്ഷപാതപരമായ സമീപനം ഉണ്ടായിരുന്നില്ല. തൻ്റെ വീട്ടിൽ തൻ്റെ സ്വന്തം ബന്ധുക്കൾ വന്നു, അവരോട് പ്രത്യേക ഒരു പരിഗണനയോ ഒന്നും യേശു കാണിക്കുന്നില്ല. ദൈവ ഇഷ്ടം ചെയ്യുന്നവരെല്ലാവരും തനിക്ക് വിലപ്പെട്ടവരാകുന്നു എന്ന് യേശു അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകാം. 4-ാം അധ്യായം 1 മുതൽ 9 വരെ നമുക്ക് എടുക്കാം. 4-ാം അധ്യായം 1 മുതൽ. ഞാൻ ആ ഭാഗം മുഴുവൻ വായിക്കുന്നില്ല. ഇവിടെ 1-2 വാക്യങ്ങൾ നോക്കുക. ഒരു വലിയ ആൾക്കൂട്ടം യേശുവിൻ്റെ ചുറ്റും തന്നെ കാണുവാനും തൻ്റെ സന്ദേശങ്ങൾ കേൾക്കുവാനായിട്ടും വന്നുകൂടി. 1-2 വാക്യങ്ങൾ നോക്കുക. ഒരു വലിയ ആൾക്കൂട്ടം അവൻ പിന്നെയും കടൽക്കര വെച്ച് ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് ഒരു പടകിൽ കയറി നിന്നുകൊണ്ട് സംസാരിക്കുവാൻ യേശു താല്പര്യപ്പെട്ടു. അങ്ങനെ ചെയ്തു. അവിടെ ഗലീല കടലിൻ്റെ തീരമാണ്. ആളുകളെല്ലാം വന്ന് കടപ്പുറത്ത് ഇരിപ്പുറപ്പിച്ചു. പക്ഷെ അവരുടെ ഇടയിൽ നിന്ന് സംസാരിക്കുവാൻ അവിടെ ഒരു സ്റ്റേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു സ്റ്റേജ് എന്നുള്ള കണക്കെയാണ് യേശു ഒരു പടകിൽ കയറി വെള്ളത്തിൽ കിടക്കുന്ന ഒരു വള്ളത്തിൽ കയറി നിന്നുകൊണ്ട് യേശു സംസാരിക്കുന്ന ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, യേശുവിൻ്റെ ആ പ്രസംഗത്തിൻ്റെ രീതി നോക്കുക. അവിടെ യേശു ഉപമകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നു. മർക്കോസ് കുറച്ച് ഉപമകൾ മാത്രമേ പ്രസ്താവിക്കുന്നുള്ളൂ. എങ്കിലും ഇവിടെ യേശു സംസാരിക്കുന്നത് ഉപമകളിൽ കൂടെ ആയിരുന്നു എന്ന് മർക്കോസ് പ്രസ്താവിക്കുന്നു. 2-ാം വാക്യം, അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത്. ഇവിടെ ഒരു പ്രത്യേക ഉപമ യേശു പറയുകയാണ്. ഈ ഉപമയെന്ന് പറഞ്ഞാൽ കേൾവിക്കാരായ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഥകൾ അഥവാ അവരുടെ പശ്ചാത്തലത്തിലുള്ള ചില സംഭവങ്ങൾ എടുത്തുകൊണ്ട് അതിനെ ഉപമയായിട്ട് യേശു പ്രസ്താവിച്ചു. സാധാരണക്കാർക്ക് കേൾക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന കാര്യങ്ങളാണ് ഉപമകളായിട്ട് യേശു പ്രസ്താവിച്ചത്. വിതയ്ക്കുന്നവൻ്റെ ഉപമ, അല്ലെങ്കിൽ വെളിച്ചത്തിൻ്റെ ഉപമ, പല ഉപമകൾ യേശു പറയുകയുണ്ടായി. മുന്തിരിവള്ളിയുടെ ഉപമ, അത്തിവൃക്ഷത്തിൻ്റെ ഉപമ, പല കാര്യങ്ങളും ഉപമകളായിട്ട് യേശു പറയുകയുണ്ടായി. ഈ കാര്യങ്ങളൊക്കെ തൻ്റെ കേൾവിക്കാർക്ക് പരിചയമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെക്കുറിച്ചോ മുന്തിരിവള്ളിയെക്കുറിച്ചോ വിതയ്ക്കുന്നവൻ്റെ ഉപമയോ ഒക്കെ അവർക്കെല്ലാവർക്കും അത് മനസ്സിലാകുന്ന വിഷയങ്ങളായിരുന്നു. ഈ ഉപമകളിലൂടെ യേശു സംസാരിച്ചപ്പോൾ തൻ്റെ കേൾവിക്കാരിൽ മിക്കപേർക്കും അത് സന്തോഷകരമായിരുന്നു, അവർക്കെല്ലാം ഇഷ്ടമായിരുന്നു, അവരത് മനസ്സിലാക്കി. എന്നാൽ യേശുവിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് അവനിൽ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി വന്ന ചില ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രിജുഡീസ്ഡ് ആയിട്ടുള്ളവർ, ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങളെ കാണുന്ന യേശുവിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ളവർക്ക് ഈ ഉപമകൾ വഴി ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ഇന്നും അത് സത്യമാണ്. ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ വായിക്കുമ്പോൾ, യേശുവിൻ്റെ വചനങ്ങൾ വായിക്കുമ്പോൾ ശരിയായിട്ടും താല്പര്യത്തോടെ ആവശ്യബോധത്തോടെ വായിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ ഏറ്റെടുത്ത് വ്യത്യാസം വരുത്തുവാനും സാധിക്കുകയുള്ളൂ. പിന്നീട് ഉപമകളെക്കുറിച്ച് ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം. ഒരു ഉപമ പറയുമ്പോൾ ഉപമയുടെ എല്ലാ വശങ്ങളും, അത് ആ വശവും ഈ വശവും മറ്റു കാര്യങ്ങളെല്ലാം നാം വിശദീകരിക്കാൻ പോയാൽ അത് ശരിയാവുകയില്ല, നമുക്കത് പിടികിട്ടുകയില്ല. ഒരു ഉപമയെ സംബന്ധിച്ച് ഉപമയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരൊറ്റ ആശയം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു വിഷയം നാം അതിൽ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്.
പല ആളുകളും ഉപമയുടെ പല വശങ്ങളും എടുത്ത് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതൊക്കെ നാം കേട്ട് കാണും. എങ്കിലും അത് പലപ്പോഴും തെറ്റിപ്പോകാനാണ് സാധ്യത. ഇവിടെ ഉപമയെക്കുറിച്ച് ഇവിടെ നാം കാണുന്നത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ് 3-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഒരു കൃഷിക്കാരൻ വിതച്ചുകൊണ്ട്, നമ്മുടെ നാട്ടിൽ നെൽവയലുകളുണ്ട്, വടക്കേ ഇന്ത്യയിൽ ഗോതമ്പും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതൊക്കെ അവർ വിതയ്ക്കുന്നു. നിലമൊക്കെ ഒരുക്കിയ ശേഷം വിത്ത് വിതച്ചുകൊണ്ട് അവർ നടക്കുന്നു. ഇന്ന് ഈ കാലത്ത് യന്ത്രവൽകൃതമായ വിതയ്ക്കുന്ന രീതിയൊക്കെ ഉണ്ടെങ്കിലും പണ്ട് കാലത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും കൈകൊണ്ട് വിതയ്ക്കുന്നതാണ്. തോളത്ത് ഒരു സഞ്ചിയിലോ അല്ലെങ്കിൽ കയ്യിലൊരു കുട്ടയിലോ ഈ വിത്ത് വെച്ചിട്ട് കൈകൊണ്ട് വാരി എറിയുന്നു. ഈ വിതയ്ക്കുന്നയാൾ ധാരാളമായി വിത്ത് വാരി വിതറും. കാരണം എല്ലാ വിത്തുകളും മുളച്ചു വരികയില്ല, എല്ലാം ചെടികളാവുകയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട്, കുറച്ച് വിത്തുകൾ നശിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ധാരാളമായി വിത്തുകൾ വാരി അയാൾ എറിയും. അത് ആണ് മുളച്ചു വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ 4 തരത്തിലുള്ള മണ്ണുകളെക്കുറിച്ച് 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ കാണാൻ സാധിക്കും. അവിടെ നമുക്കത് പരിചയമുള്ളതാണ്, അതുകൊണ്ട് ഞാനതിൻ്റെ പേര് മാത്രം പറയാം. 4-ാം വാക്യം, ചിലത് വഴിയരികെ വീണു, പറവകൾ അത് തിന്നുകളഞ്ഞു. ആ വിത്തുകൾ നഷ്ടപ്പെട്ടു പോയി. ഓക്കെ. അടുത്തതായിട്ട് പിന്നെ വിതച്ചപ്പോൾ പക്ഷികൾ വന്നത് തിന്നുകളഞ്ഞു. അതിനുശേഷം 5-ാം വാക്യത്തിൽ 5-ാം വാക്യം, മറ്റു ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. പാറക്കെട്ടുകളുടെ ഇടയിൽ പാറയും മണ്ണുമുണ്ട്, കുറച്ച് മണ്ണുമുണ്ട്, കൂടുതൽ പാറയുമാണ്. കുറച്ച് മണ്ണുള്ളത് ഇളകിയ മണ്ണാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചെടികൾ മുളച്ചു വരും. മണ്ണിന് പക്ഷേ താഴ്ചയില്ല, അതുകൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോൾ ചൂട് തട്ടി വേരില്ലാതെ അത് ഉണങ്ങിപ്പോയി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. 7-ാമത്തെ വചനം നോക്കുക. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുളച്ചു വളർന്ന് ഈ ചെടികളെ വിത്ത് മുളച്ചു വന്ന ചെടികളെ അത് ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞു വന്നില്ല. ആ ചെടികളും കുരുടിച്ചു പോയി, അത് വളർന്നു വന്നില്ല എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അടുത്തതായിട്ട് 8-ാം വാക്യത്തിൽ മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ച് വളർന്ന് ഫലം കൊടുത്തു. 4-ാമത്തെ ആ തരമാണ് ഏറ്റവും നല്ല ഫലം കൊടുത്ത നല്ല മണ്ണിൽ വീണ വിത്ത്. അതിനെ സംബന്ധിച്ച് 30, 60, 100 തവണ വിളവുണ്ടായി. എന്ന് വെച്ചാൽ ഒരു മണി വിതച്ചിടത്ത് 30 മണിയോ അല്ലെങ്കിൽ 60 മണിയോ അല്ലെങ്കിൽ 100 മണിയോ വരെ ഉണ്ടായി. അത് വലിയൊരു വിളവാണ്. 100 മേനി, 100 തവണ, 100 ഇരട്ടി വിളവ് ഉണ്ടായി. യേശു ഈ ഉപമ പറഞ്ഞപ്പോൾ തൻ്റെ കേൾവിക്കാർക്ക് അതിൻ്റെ അർത്ഥം ഒരളവിൽ മനസ്സിലായി. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയാണെന്നും അവർക്ക് മനസ്സിലായി. 9-ാം വാക്യം നോക്കുക. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു അവരോടൊടുവിൽ പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ കേൾപ്പാനുള്ള ചെവി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാനുള്ള ആളുകളുടെ ആ കഴിവിനെക്കുറിച്ചാണ്. അത് വ്യത്യസ്തമായിരിക്കും. റിസപ്റ്റിവിറ്റി, ഈ വചനങ്ങളെ ഉൾക്കൊള്ളാനും സ്വീകരിച്ച് ഏറ്റെടുക്കുവാനുമുള്ള ഓരോരുത്തരുടെയും മനസ്ഥിതി വ്യത്യസ്തമാണ്. എന്നാൽ സത്യസന്ധരായ അന്വേഷകർ ഈ വചനങ്ങളെ തങ്ങളുടെ മനസ്സിലും പിന്നെ തങ്ങളുടെ ഹൃദയത്തിലും അത് സ്വീകരിക്കും. ഈ വചനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം മനസ്സിൽ, ബുദ്ധിയിലാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ ബുദ്ധിയിൽ നിന്ന് അത് ഹൃദയത്തിലേക്ക് പോവുകയും അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തെ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ അത് ഹൃദയത്തിലേക്ക് ചെല്ലുകയും വേണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ വിഷയം, 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, യേശു കർത്താവ് ഈ ഉപമയെ വിശദീകരിച്ചു കൊടുത്തു. ശിഷ്യന്മാർ പിന്നീട് അടുത്ത് വന്ന്, കർത്താവേ, ഞങ്ങൾക്കിത് വിശദമാക്കി തരണമേ, ഈ ഉപമകളെക്കുറിച്ച് ഞങ്ങളോടൊന്നുകൂടെ പറഞ്ഞു തരണോ, ഞങ്ങൾക്ക് എല്ലാം ഒന്നും പിടികിട്ടിയില്ല എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു. ഓക്കെ. 11-ാം വാക്യം, യേശു അവരോട് പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. 12-ാം വാക്യം, അവർ മനം തിരിയാതെയും
അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. യേശു ഉപമകൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത്. ഇത് വാസ്തവത്തിൽ പഴയ നിയമത്തിലെ ഒരു ഉദ്ധരണിയാണ്. നമുക്ക് അത് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഐസയ 6:9-10. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഈ പ്രവചനം യേശു അത് പറഞ്ഞപ്പോൾ നിവൃത്തിയായി. ഒരു സത്യാന്വേഷിയെ സംബന്ധിച്ച് ഈ പ്രവചനം അവർക്ക് ബാധകമല്ല. എന്നാൽ ദൈവവചനത്തിനെതിരായിട്ട് മുഖം തിരിച്ച് തങ്ങളുടെ മതഭക്തിയിൽ ഊന്നി തങ്ങൾ നീതിമാന്മാരാണെന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ ഒരു ഗതികേട് സംഭവിക്കുന്നത്. അവർക്ക് ദൈവവചനം കേട്ടാലും ഒന്നും പിടികിട്ടുകയില്ല, മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ സത്യാന്വേഷികളെ സംബന്ധിച്ച് അവർക്ക് അത് മനസ്സിലാകും. ദൈവത്തിൻ്റെ സത്യങ്ങളുടെ വെളിപ്പാടുകൾ, മർമ്മങ്ങൾ സത്യസന്ധരായ അന്വേഷകർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എക്കാലത്തും അങ്ങനെയാണ്. ഒരു സത്യസന്ധനായ അന്വേഷകനായി നമുക്കിരിക്കാം. ദൈവമേ, എനിക്ക് അങ്ങയുടെ വെളിച്ചം നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കർത്താവേ, എനിക്ക് അങ്ങയുടെ ജ്ഞാനം നൽകണമേ. നാം അത് വായിക്കുന്നത് യാക്കോബിൻ്റെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ്. ജെയിംസ് 1:5. നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ദൈവത്തോട് ചോദിച്ചാൽ ദൈവം എല്ലാ നന്മകളും ഔദാര്യമായി ധാരാളമായിട്ട് നൽകും. അത് ജ്ഞാനമാകട്ടെ, ദൈവിക വെളിച്ചമാകട്ടെ, നടത്തിപ്പാകട്ടെ, എല്ലാ കാര്യങ്ങളും ദൈവം ധാരാളമായിട്ട് നൽകുന്നവനാണ്. നമുക്കിന്ന് രാത്രി വചനങ്ങൾ കേൾക്കുമ്പോൾ, ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ തിരിച്ചറിയേണ്ടതിന് എനിക്ക് സ്വർഗീയമായ ജ്ഞാനം നൽകണമേ. അവിടുത്തെ മർമ്മങ്ങൾ ഗ്രഹിക്കേണ്ടതിന് എൻ്റെ ബുദ്ധിയെ തുറക്കണമേ. എനിക്ക് ജ്ഞാനം നൽകണമേ, അങ്ങയുടെ വെളിച്ചം നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാൻ അതിന് മനസ്സുള്ളവരല്ല എന്ന് കാണാൻ സാധിക്കും. എല്ലാവരും ഒരുപോലെ വളരെ താല്പര്യമുള്ളവരല്ല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ നാം ആരെയും എഴുതി തള്ളാൻ പാടില്ല. നാം എന്ത് ചെയ്യണം? നാം മനുഷ്യരോട് കുറച്ചുകൂടെ സഹനമുള്ളവരായി, ക്ഷമയുള്ളവരായി അവരോട് സഹിക്കുന്നവരായിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നാം പറഞ്ഞ വചനങ്ങൾ ചിലർ തള്ളിക്കളഞ്ഞു എന്ന് വരാം, അവർ സ്വീകരിച്ചില്ല എന്ന് വരാം. കാരണം അവർ വിശ്വസിച്ചു പോകുന്ന അവരുടെ പാരമ്പര്യങ്ങളോടും ഉപദേശമായ കാര്യങ്ങളോടും ഒക്കെ അത് വിഭിന്നമായിരിക്കും ബൈബിളിലെ സത്യങ്ങൾ. അപ്പോൾ അവരത് സ്വീകരിക്കുകയില്ല, എതിർക്കും. എങ്കിലും നാം നിങ്ങളാരും ശരിയാകത്തില്ല, ഞാൻ മതിയാക്കുന്നു എന്ന് പറയരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നാം അവരെ വീണ്ടും അവർക്കായി അന്വേഷിക്കുകയും അവരോട് പോവുകയും അവരോട് സംസാരിക്കുകയും ആ രീതിയിൽ ക്ഷമയോടെ മറ്റുള്ളവരോട് ഇടപെടുകയും വേണം എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നാം ഈ കാര്യം കുറച്ചുകൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ ഉപമയുടെ വിതയ്ക്കുന്നവൻ്റെ അഥവാ 4 തരം മണ്ണുകളുടെ ആ ഉപമ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കാം. 4 തരത്തിലുള്ള മണ്ണുകൾ കാണുന്നു. ഇത് 4 തരം ആളുകളെയാണെന്ന് നാം ആരും ചിന്തിക്കരുത്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഇത് 4 തരക്കാരായ ആളുകളാണ്. ഈ 4 തരം മണ്ണ് എന്ന് പറയുമ്പോൾ 4 തരക്കാരായ മനുഷ്യരെ അല്ല അത് സൂചിപ്പിക്കുന്നത്. മറിച്ച് ജനങ്ങൾ, ആളുകൾ ദൈവവചനത്തോട് പ്രതികരിക്കുന്ന 4 വിധങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ ഉള്ള ധാരണകൾ തെറ്റാണെങ്കിൽ മാറ്റിയെടുക്കണം. These 4 kinds of soil represent 4 different ways people respond to God's word. ദൈവവചനത്തോട് ആളുകൾ പ്രതികരിക്കുന്ന 4 വിധമാണ് ഇവ 4. നമുക്ക് അത് മുമ്പോട്ട് ചിന്തിക്കാം. ഈ 4 കാര്യങ്ങളിലേക്ക് പോകാം. ഈ 4 വിഷയമെന്ന് പറയുമ്പോൾ ആളുകളുടെ റിസപ്റ്റിവിറ്റി, കൈക്കൊള്ളുവാനുള്ള
അവരുടെ കഴിവും താല്പര്യവും അതെല്ലാവരിലും വ്യത്യാസമാണ്. എല്ലാവരും ഒരുപോലെ ദൈവത്തിൻ്റെ സത്യങ്ങളെ കേൾക്കുമ്പോൾ പെട്ടെന്ന് സ്വീകരിച്ച് അത് ഏറ്റെടുക്കുന്നില്ല. പലരെ സംബന്ധിച്ചും അത് വളരെ വളരെ സാവധാനം, വളരെ സ്ലോ ആയിട്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ 4 തരക്കാരെ നോക്കാം. ഒന്നാമത്തേത് വഴിയരികിൽ വീണ വിത്തുകളാണ്. ദൈവവചനത്തോടുള്ള ആളുകളുടെ പ്രതികരണം ആ രീതിയിലാണ്. അവരെ സംബന്ധിച്ച് വഴിയരികിൽ വീണ വിത്തെന്ന് പറയുമ്പോൾ അവർ ഇൻഡിഫറൻ്റ് ആണ്, വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. പ്രസംഗമുണ്ട്, പോയി കേട്ടേക്കാം എന്നുള്ളതല്ലാതെ അവർക്കതിൽ വലിയ താല്പര്യമില്ല. ഈ വഴിയരികിൽ വീണ വിത്തിനെ കുറിച്ച് ഒരു ദേവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വഴി നടപ്പാത, അന്നൊക്കെ ഈ ടാർ ചെയ്ത റോഡ് ഒന്നും ഇല്ല, നടപ്പാതയാണ്. ആളുകൾ അതിലൂടെ നടന്ന് 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 മണ്ണ് വളരെ കട്ടിയായി നല്ല ഉറച്ചിരിക്കുകയാണ്. അത് നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതലേ പതിഞ്ഞിട്ടുള്ള പല ഉപദേശ രൂപങ്ങളും പല പഠിപ്പിക്കലുകളും ഒക്കെ മനസ്സിൽ വളരെ കട്ടിയായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഒരു വിത്ത് വന്ന് വീണാൽ അവിടെ മുളയ്ക്കുകയൊന്നുമില്ല. കാരണം മനസ്സിലുള്ള ആശയങ്ങളും വിചാരങ്ങളും അല്ലെങ്കിൽ തിയോളജിയും ഉപദേശങ്ങളും ഒക്കെ മനസ്സിൽ വളരെ കഠിനപ്പെട്ട് കിടക്കുകയാണ്. നടന്ന് 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 ആ വഴി ഉറച്ചുപോയി. എന്നാൽ ആ വഴി അവിടെയൊക്കെ ഉഴുതുമറിച്ചെങ്കിൽ മാത്രമേ അവിടെ വിത്ത് വീണ് മുളയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ വിട്ടുകൊടുക്കാത്ത ഇങ്ങനെയുള്ള ഉറച്ച മണ്ണുകളുണ്ടോ? ദൈവവചനത്തെ സ്വീകരിക്കാൻ പ്രയാസമുള്ള, കാര്യങ്ങളെ ഗൗരവമായി എടുക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡാണോ നമ്മുടേത്? ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. അങ്ങനെയുള്ള വിത്തുകളെ, ആ വഴിയരികിൽ വീണ വിത്തുകളെ പറവകൾ കൊത്തിക്കൊണ്ടുപോയി. അത് ആ മണ്ണിന് പ്രയോജനമായി തീർന്നില്ല. അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയായിരുന്നില്ല. രണ്ടാമത്തേത് അവരെക്കുറിച്ച് പറഞ്ഞാൽ അത് 16ഉം 17ഉം വാക്യങ്ങളിലാണ് ഉള്ളത്. വളരെ വൈകാരികമായി ഈ വചനത്തെ ഉൾക്കൊള്ളുന്നവർ, ഇമോഷണൽ ഹിയറേഴ്സ് എന്നവരെ വിളിക്കാം. കേട്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു, വലിയ ഉത്സാഹമായി. യോഗത്തിന് വന്നപ്പോൾ വലിയ സന്തോഷമാണ്. എങ്കിലും അവരുടെ ഹൃദയം കടുത്തതാണ്, പാറയും മണ്ണും ചേർന്നതാണ്. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പെട്ടെന്ന് ഇടറിപ്പോകുന്നു. ഈ വിത്ത് മുളച്ചു വന്നുവെങ്കിലും വെയിൽ തട്ടിയപ്പോൾ, ചൂട് വന്നപ്പോൾ അത് പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും ട്രബിൾസിനെയും അഫ്ലിക്ഷൻസിനെയും ഒക്കെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ആളുകൾ പരിഹസിച്ചപ്പോൾ, ആളുകൾ ഒറ്റപ്പെടുത്തിയപ്പോൾ അവർ മതിയാക്കി. അവരുടെ ചെടി വാടിപ്പോയി. കാരണം അവർ വൈകാരികമായിട്ട് ഉള്ള ഒരുതരം കേൾവിക്കാരായിരുന്നു. അവരുടെ മണ്ണെന്ന് പറയുന്നത് വൈകാരികമായ ഒരു തലത്തിലായിരുന്നു. പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആളുകൾ വല്ലതും പറയുമ്പോൾ പെട്ടെന്ന് ഒഫൻഡഡായി മുറിപ്പെട്ട് ഇനി ഞാനില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ പെട്ടെന്ന് പിന്മാറിപ്പോകുന്നവരും കൂടെയാണ്. നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാം. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? അത് അപകടകരമാണ്. നല്ല വിളവ് അതിലുണ്ടാകത്തില്ല. വൈകാരികമായിട്ട് ഉൾക്കൊള്ളുന്നത് നല്ലതാണെങ്കിലും അത് ശരിയായ ഒരു രീതിയിൽ അത് ഉൾക്കൊള്ളുകയും അതിനെ മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം. മൂന്നാമത്തേത് മുള്ളിനിടയിൽ വീണ വിത്ത്. അവിടെയൊക്കെ മുള്ളുചെടികളുണ്ടായിരുന്നു. അതിനിടയിലും ഈ വിത്തുകൾ പോയി വീണു. വിത്ത് മുളച്ചു വന്നു, മുൾച്ചെടികളും ശക്തിയായിട്ട് മുളച്ചു വന്നു. അവരെ ലൗകികന്മാരായ കേൾവിക്കാർ എന്ന് വിളിക്കാം. വിശ്വാസികളാണ് എങ്കിലും ദേ ആർ വേൾഡ്ലി ഓൾസോ, ലൗകികന്മാരാണ്. 18ഉം 19ഉം വാക്യങ്ങൾ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. ഞാനത് വായിക്കാം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട്. ഒരു ഭാഗത്ത് ഈ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മയൊക്കെയും ഈ ലോകത്തിൻ്റെ ചിന്തകൾ സ്വാധീനിക്കുന്നില്ലേ? വിശേഷാൽ ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലോകത്തിൻ്റെ ചിന്തകൾ, അതായത് വറീസും
ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റികളും ഒക്കെ. പിന്നെ ധനത്തിൻ്റെ വഞ്ചന. പണത്തിൽ എപ്പോഴും ഒരു വഞ്ചനയുണ്ട്. അത് കൂട്ടിക്കൂട്ടി വെക്കാനും കൂടുതൽ നേടാനും ഉള്ള ഒരാശ മനുഷ്യർക്കുണ്ട്. അതിനെയാണ് ധനത്തിൻ്റെ ഡിസെപ്ഷൻ ഓഫ് മണി. പിന്നെ അനേകം മോഹങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്ന് വചനത്തെ ചോക്ക് ചെയ്യുന്നു, അതിനെ ശ്വാസം മുട്ടിക്കുന്നു. ആ വചനത്തിന് ശരിയായി വളർന്നു വരാൻ കഴിയുന്നില്ല. നമ്മെ യഥാർത്ഥ നല്ല വിശ്വാസികളായി ദൈവമക്കളാക്കി തീർക്കുവാൻ അത് അനുവദിക്കാതെ ഇരിക്കുന്നു. എല്ലാത്തരം ഈവിൾ ഡിസയേഴ്സും കാർണാലിറ്റിയും ജഡികതയും ഒക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രതയായിരിക്കാം. ലോകത്തിൻ്റെ ഭാരങ്ങളും കെയർസും, ധനത്തിൻ്റെ ആഗ്രഹങ്ങളും അതിൻ്റെ വഞ്ചനയും, ഭാവിയെക്കുറിച്ചുള്ള ആങ്സൈറ്റീസും വറീസും ആകുല ചിന്തകളും, അതുപോലെ നമുക്ക് സ്വത്തും ധനവും അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം പിടിച്ച ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്, ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. കുടുംബമുണ്ട്, സൊസൈറ്റിയുണ്ട്, മക്കളുണ്ട്, പിന്നെ പണമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊരു സുരക്ഷിതത്വ ബോധം അതിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവവചനത്തിന് പ്രാധാന്യം കുറഞ്ഞ് വരികയും ചെയ്യും. ഈ കാര്യത്തെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിൻ്റെ 6-ാം അധ്യായത്തിൽ 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, ധനസ്നേഹം അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. ഈ പണത്തെ ചിലർ ആഗ്രഹിച്ചിട്ട് അവർ വിശ്വാസം വിട്ടുഴന്ന് ഒടുവിൽ അനേക ദുഃഖങ്ങൾക്ക് ഇരയായി തീർന്നിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പരിചയമുള്ള വചനമാണ്. ഇന്ന് രാത്രി വീണ്ടും ഒരിക്കൽ കൂടി അത് നമുക്ക് ചിന്തിക്കാം. ധനത്തോടുള്ള താല്പര്യവും ആസക്തിയും ധനമോഹവും എൻ്റെ മനസ്സിൽ എന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും മനോഹരമായ ഒരു നല്ല മണ്ണിനെ കുറിച്ച് അവിടെ കാണുന്നു. നല്ല മണ്ണോ, നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ടതോ, വചനം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവർ തന്നെ അവർ 30-ഉം 60-ഉം 100-ഉം മേനി വിളയുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതും മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡാണ്. വചനത്തോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡാണ്, റെസ്പോൺസാണ്, പ്രതികരണമാണ്. നല്ലൊരു ഹൃദയം, ദൈവത്തിൻ്റെ വചനം അവർ കേൾക്കുന്നു, അവർ അതിനെ സ്വീകരിക്കുന്നു, അവർ അതിനെ അനുസരിക്കുന്നു, അഥവാ ഫലം കൊടുക്കുന്നു. 30-ഉം 60-ഉം 100-ഉം മേനി. എല്ലാവരും ഒരുപോലെ അല്ല. ഒരേ സമയത്ത് നടുന്ന എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ വളർന്ന് ഒരുപോലെ ഫലം കായ്ക്കുന്നില്ല. നമുക്കത് പരിചയമുള്ള കാര്യമാണ്. വേരിയിങ് ലെവൽസ് ആണ് വളർച്ചയും ഫലപ്രാപ്തിയും. അത് നാം തിരിച്ചറിയണം. നമുക്ക് മറ്റുള്ളവരുമായിട്ട് നമ്മെ തന്നെ കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. എങ്കിലും നാം വളരെ പിന്നോക്കമാണെങ്കിൽ ആ കാര്യം നാം ശരിയാക്കി നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ദൈവമേ, എൻ്റെ ജീവിതം ഒരു നല്ല മണ്ണ് പോലെ, എൻ്റെ മനോഭാവം നിൻ്റെ വചനത്തോടുള്ള എൻ്റെ മനോഭാവം ഒന്ന് മാറ്റി നല്ല മണ്ണ് പോലെ എൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിത്തരണമേ. ഞാൻ അങ്ങയുടെ വചനത്തെ നല്ലതായിട്ട് സ്വീകരിച്ച് അത് ധ്യാനിച്ച് അത് വില കൊടുത്ത് ജീവിതത്തിൽ പ്രയോഗത്തിൽ വരുത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം നമുക്കെടുക്കാം. 15-ാം അധ്യായം 2-ഉം 4-ഉം വാക്യങ്ങൾ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സസ് 2 and 4. എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഫലപ്രാപ്തിയെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. യേശുവിൽ നാം വസിച്ചുകൊണ്ടിരിക്കുകയും തൻ്റെ വചനത്തിന് മുഖ്യത്വം കൊടുക്കുകയും ആ വചനത്തെ ഏറ്റെടുത്ത് അംഗീകരിച്ച് അതിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചിരുന്നു കൊണ്ട് നല്ല ഫലം കൊടുക്കുവാൻ
കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ 4 തരം മണ്ണ് 4 തരം വിശ്വാസികളല്ല എന്ന് ഞാൻ പറഞ്ഞു. നാമൊക്കെയും അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെയൊക്കെ ദൈവവചനത്തോടുള്ള റെസ്പോൺസ്, പ്രതികരണം, അതിനാണ് വ്യത്യാസമുള്ളത്. അത് നാം ശരിയാക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യർക്കല്ല, മനുഷ്യരോടല്ല ഈ മണ്ണുകൾ, ഈ 4 തരം മണ്ണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനെ വേറൊരു രീതിയിൽ ചിന്തിക്കാം. ഒരാളിൻ്റെ ജീവിതത്തിൻ്റെ പല സമയത്തും പല കാലഘട്ടങ്ങളിലും ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണം ചിലപ്പോൾ മാറിയും മറിഞ്ഞുമൊക്കെ വരും. അതും നാം ശ്രദ്ധിക്കണം. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്രതികരണം വചനത്തോട് ചിലപ്പോൾ അനുകൂലമായിരിക്കുകയില്ല. ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതത്തിൽ ചില മേഖലകളിൽ അവർ നല്ല മണ്ണായിരിക്കും, ചില മേഖലകൾ മുള്ളിനിടയിൽ വിതച്ചതുപോലെ ഇരിക്കും. അതും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അതും നാം ശ്രദ്ധിക്കണം. ഒരാൾ ആരാധനയ്ക്ക് വളരെ മുൻപിലാണ്, പക്ഷേ കൈ തുറക്കത്തില്ല, ആർക്കും ഒന്നും കൊടുക്കത്തുമില്ല. നോക്കുക, കുറച്ചു ഭാഗം നല്ലതാണ്, കുറച്ചു ഭാഗം അത്ര നല്ലതല്ല. ഒരാൾ വളരെ നീതിമാനാണ്, നീതിനിഷ്ഠയുള്ളവനാണ്, കൈക്കൂലി കൊടുക്കത്തില്ല, കൈക്കൂലി വാങ്ങത്തില്ല, പക്ഷേ അവന് ഭയങ്കര അസൂയയാണ്. ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയും. ഒരു വശം ശരിയാണ്, മറുവശം ശരിയല്ല. ഈ രീതിയിൽ നമുക്ക് അങ്ങനെയും ഈ കാര്യങ്ങളെ കാണാൻ സാധിക്കും. ആകയാൽ നാം ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ, ദൈവമേ, ഒരു നല്ല മണ്ണായിരിക്കാൻ, എൻ്റെ മനോഭാവം ശരിയാക്കുവാൻ, ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ മാത്രം വിശുദ്ധി ഉണ്ടായാൽ പോരാ, നന്മയുണ്ടായാൽ പോരാ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലായ്പ്പോഴും ഒരു നല്ല മണ്ണ് പോലെ ശരിയായ പ്രതികരണം എനിക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൽ ചില ഭാഗങ്ങൾ ഇരുട്ടുള്ളതായിരിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊന്ന് മാറ്റി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവമേ അങ്ങയുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ചെയ്താൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു നല്ല ഒരു ക്രമീകരണം ഉണ്ടാകും. ചില മേഖലകളിലുള്ള നമ്മുടെ ബലഹീനതകൾ ഒന്ന് മാറ്റിയെടുത്ത് അതും കൂടെ ശരിയാക്കി ദൈവത്തിന് പ്രസാദകരമായിട്ട് നന്നായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതൊരു ചെറിയ ഭാഗമാണ്. കേൾവിക്കാരുടെ ഉത്തരവാദിത്വം സംബന്ധിച്ചാണ് യേശു ഇനി പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെ നമുക്ക് നോക്കാം. വേഴ്സസ് 21 to 25. 21-ാം വാക്യത്തിൽ അവിടെ വിളക്കിൻ്റെ ഉപമയാണ് യേശു പറയുന്നത്. യേശു പ്രസംഗിക്കുന്ന ആ കാലത്ത് നമ്മുടേതുപോലെ വൈദ്യുത വിളക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് രാത്രിയാകുമ്പോൾ വെളിച്ചം കാണാനായിട്ട് ഏതെങ്കിലും തീപ്പന്തം കത്തിച്ച് ഒരു വിളക്ക് തണ്ടിന്മേൽ വയ്ക്കും, ഒരു വിളക്ക് കത്തിച്ച് അതിന്മേൽ വയ്ക്കും. അങ്ങനെയാണ് അവർ വെളിച്ചം കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വിളക്ക് തണ്ടിന്മേൽ എല്ലാവർക്കും കാണാവുന്ന പോലെ ആ വിളക്ക് വെച്ചെങ്കിൽ മാത്രമേ വെളിച്ചം ആ റൂമിൽ എല്ലായിടത്തും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരു മനുഷ്യന്റെ ദൃഷ്ടാന്തം, ഒരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. അവൻ വിളക്ക് കത്തിച്ചു, പക്ഷേ അതൊരു പറ കൊണ്ട് മൂടി വെച്ചു. കവേർഡ് ഇറ്റ് വിത്ത് എ ബുഷൽ. മറ്റൊരാള് വിളക്ക് കത്തിച്ച് കട്ടിലിനടിയിൽ അത് വെച്ചു. എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഫലമായിട്ട്? കാണേണ്ടവർക്ക് ആ വെളിച്ചം കാണാൻ കഴിയുന്നില്ല, അത് മറയ്ക്കപ്പെട്ടു പോയി. വെളിച്ചം മറയ്ക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 21-ാം വാക്യം നോക്കുക. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറുണ്ടോ? അവർ പറയും, ഞങ്ങൾ ആരും ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് കേൾവിക്കാരെല്ലാം പറയും. നമ്മളും അങ്ങനെ പറയും, നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. അത് വിളക്ക് തണ്ടിന്മേലാണല്ലോ വെക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും അത് പ്രകാശിക്കും. ഈ വചനം വളരെ ലളിതമാണ്, അത് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യം മോശമാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം മോശമാണെങ്കിൽ, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മിൽ കൂടെ ക്രിസ്തുവിൻ്റെ വെളിച്ചം കാണുവാൻ സാധ്യമല്ല. ഈ പറ കൊണ്ട് മൂടി വെക്കുന്നത്, പറയെന്ന് പറഞ്ഞാൽ ഒരു അളവ് പാത്രമാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പറ എനിക്ക് പരിചയമുണ്ട്. അതുകൊണ്ടാണ് നെല്ലൊക്കെ അളക്കുന്നത്.
വലിയ ഒരു അളവ് പാത്രമാണ്. അത് ബിസിനസ്സിനെയും കൃഷിയെയും ഒക്കെയാണത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം ബിസിനസ്സിലും കൃഷിയിലും പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും ഒക്കെ കൂടുതൽ, അതായത് അളവ് പാത്രത്തിലും തൂക്കവും അളവും ഈ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മീയ വെളിച്ചം അതിനുള്ളിൽ ചിലപ്പോൾ അമങ്ങിപ്പോകും. വെളിച്ചം മറ്റുള്ളവർക്ക് കാണാൻ സാധ്യമല്ലാതെ വരും. പറ ഉപയോഗിക്കരുതെന്നോ ബിസിനസ് ചെയ്യരുതെന്നോ അല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ചെയ്യുമ്പോഴും ക്രിസ്തുവിൻ്റെ ആ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലോ കൃഷിയിലോ ലോകത്തിൻ്റെ കാര്യങ്ങളിലോ കൊടുക്കൽ വാങ്ങലുകളിലോ ഒന്നും മറഞ്ഞു പോകാൻ ഇടയാകരുത്. ക്രിസ്തുവിൻ്റെ വെളിച്ചവും നമ്മുടെ സാക്ഷ്യവും മറ്റുള്ളവർക്ക് വെളിച്ചമായി പ്രകാശിക്കേണ്ടത് ആവശ്യമാണ്. 23 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നാം കാണുന്നത്. വെളിപ്പെടാനുള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാനുള്ളതല്ലാതെ മറവായത് ഒന്നുമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു നാൾ നമ്മുടെ എല്ലാ രഹസ്യങ്ങളെയും ദൈവം വെളിപ്പെടുത്തും, അതിനെ ന്യായം വിധിക്കും എന്ന് തിരുവെഴുത്ത് നമ്മോട് പ്രസ്താവിക്കുന്നു. നമുക്ക് റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്ന് അത് വായിക്കാൻ സാധിക്കും. റോമൻസ് 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മനുഷ്യരുടെ മോട്ടീവ്സിനെ, അവരുടെ രഹസ്യങ്ങൾ, അവരുടെ മനസ്സിലെ ചിന്തകളുടെ പുറകിലുള്ള ചേതോവികാരത്തെ ദൈവം ന്യായം വിധിക്കും. നീ എന്ത് ചെയ്തു എന്നതിനേക്കാളും നീ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ദൈവം അന്വേഷിക്കുന്നു. വാട്ട് വാസ് യുവർ മോട്ടീവ്? നിന്റെ ഹൃദയത്തിലെ ആ താല്പര്യം, ലക്ഷ്യം എന്തായിരുന്നു? ചിലപ്പോൾ ഗൂഢലക്ഷ്യങ്ങൾ ആളുകൾക്ക് കാണും. ഒരു കാര്യം പുറമേ ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു ദുരുദ്ദേശം ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഉദ്ദേശങ്ങളെ ദൈവം ന്യായം വിധിക്കും, അതിന് ന്യായവിധി ഉണ്ടാകും എന്നവിടെ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളും അതിൻ്റെ പുറകിലുള്ള ഉദ്ദേശങ്ങളും പവിത്രമായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നും നമുക്ക് എന്നേക്കുമായിട്ട് മറച്ചു വെക്കാൻ സാധ്യമല്ല. ഓക്കെ, ഈ കാര്യം നാം ജാഗ്രതയായിരിക്കണം എന്ന് 24-ഉം 25-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 24-ാം വാക്യം, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും, അധികമായും കിട്ടും. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയുമെന്നും അവരോട് പറഞ്ഞു. ദൈവം നൽകിയ ആത്മീയ ജീവിതത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ദൈവത്തിൽ നമുക്ക് ലഭിച്ചത്, അത് നാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ദൈവഭക്തി എല്ലാ കാലത്തേക്കും പ്രോഫിറ്റബിൾ ആണ്, അത് പ്രയോജനമാണ്. ആ ദൈവഭക്തിയെ നാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഉത്തരവാദിത്വത്തോടെ അത് ജീവിക്കുകയും ചെയ്യാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് ലഭിച്ച അവസരങ്ങളും പ്രിവിലേജസും ദൈവം തിരിച്ചെടുത്തു എന്ന് വരാം. സംടൈംസ് പ്രിവിലേജസ് കുഡ് ബി വിത്ഡ്രോൺ ബൈ ഗാഡ്. അതാണ് ഇവിടെ പറയുന്നത്. നാം ഉത്തരവാദിത്വമുള്ളവരായിരിക്കണം. ദൈവം നൽകുന്ന അവസരങ്ങളെ, പണത്തെ, ആരോഗ്യത്തെ, സമയത്തെ നാം എങ്ങനെ ചെലവഴിക്കുന്നു? അതിനെ നാം വെറുതെ ചിലവഴിച്ച് നശിപ്പിച്ച് കളയുകയാണോ, അതോ ശരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം നോക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളെ ഗൗരവമായി എടുക്കാം. നമ്മുടെ മിനിസ്ട്രി, ശുശ്രൂഷ, സഭയിലും കുടുംബത്തിലും ഒക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ ദൈവത്തിലേക്ക് നമുക്ക് മനസ്സുയർത്താം. കർത്താവെ, ഉത്തരവാദിയായിരിക്കുവാനും കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഞാൻ നഷ്ടപ്പെടുത്തി കളയാതെ, മൂടി വെക്കാതെ, എൻ്റെ വെളിച്ചം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും 5-ാമത്തെ വിഷയം, വളർന്നു വരുന്ന ഒരു വിത്ത് നിലത്ത് വീണു, അത് ചെടിയായിട്ട് വളർന്നു വരുന്നു. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഈ ഒരു ഉപമ മർക്കോസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവരാജ്യം ഒരു മനുഷ്യൻ മണ്ണിൽ വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റിരിക്കെ
അവനറിയാതെ വിത്ത് മുളച്ച് വളരുന്നത് പോലെ ആകുന്നു. ആ ഉപമയുടെ അർത്ഥം നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ദൈവരാജ്യം നമ്മിൽ ആരംഭിച്ചിട്ടുണ്ട്. ആ ദൈവരാജ്യം വളരെ പതിയെ, വളരെ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മിൽ ഒരു പ്രവർത്തനം നടത്തുകയും നമ്മിൽ അത് വളർന്നു വരികയും ചെയ്യുന്നു. ഒരു ചെടി എങ്ങനെയാണ് വളർന്ന് വലുതാകുന്നതെന്ന് കർഷകൻ അറിഞ്ഞുകൂടാ. പക്ഷേ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അത് വളർന്നു വരുന്നു. ഒടുവിൽ അതിൽ കതിരുണ്ടാകുന്നു. കതിര് വിളഞ്ഞു പഴുക്കുമ്പോൾ അവൻ അരിവാൾ വയ്ക്കുന്നു. അതാണ് യേശു പറഞ്ഞ ആ ദൃഷ്ടാന്തം. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച ഒരു ജീവിതകാലം, ഒരായുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. ഈ ചെടി, ഈ വിത്ത് വളർന്ന് ചെടിയായി അത് പക്വതയുള്ള കതിരോടെ അത് വളർന്ന് വിളഞ്ഞു വരുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതം ഒരു ലൈഫ് ടൈം മുഴുവൻ നിൽക്കുന്ന ഒരു വളർച്ചയുടെ ഒരു പ്രതിഭാസമാണ്, ഒരു 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 പ്രോസസ്സാണ് എന്ന് കാണാൻ സാധിക്കും. അത് സാവധാനമാണ്, എങ്കിലും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നാം അതിൽ മടുത്തു പോകരുത്. ദൈവമേ, എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയെ അവിടുന്ന് തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. യേശുവിനോട് നമുക്ക് വിശ്വസ്തരായിരിക്കാം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് മുമ്പോട്ട് പോവുകയും ആത്മീയ വളർച്ച ഉണ്ടാക്കിക്കൊണ്ട് കാലം ചെല്ലും തോറും നമ്മുടെ കാഴ്ചപ്പാടും ദർശനവും വാക്കുകളും പ്രവൃത്തികളും എല്ലാം ക്രിസ്തുവിൻ്റേതുപോലെ ആയി തീരുമാറ് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒടുവിൽ ഒരു ആത്മീയമായ കൊയ്ത്തുണ്ട്. അത് പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നത് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു, അത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശ്വാസത്തോടെ കൊയ്ത്തിലേക്ക് നോക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാലം ചെല്ലുന്തോറും ഒരു പക്വത, ഒരു വളർച്ച വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. യേശു ഇന്ന് നമ്മോട് തൻ്റെ വചനത്തിലൂടെ അതാണ് സംസാരിച്ചത്. നമുക്ക് ഈ വചനങ്ങളെ ഗൗരവമായി എടുത്തുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ശരിയാക്കി മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.